മഹാഭാരതത്തിൽ കൗരവപക്ഷത്തെ അതീവ പരാക്രമശാലിയായ യോദ്ധാക്കളിൽ ഒരാളാണ് അശ്വത്ഥമാവ്. കുരുവംശാചാര്യനായ ദ്രോണാചാര്യരുടെ പുത്രൻ കൂടിയാണ് അദ്ദേഹം. മഹാഭാരത കഥ പറഞ്ഞു പോകുമ്പോൾ അതീവ പരാക്രമശാലിയായിട്ടുള്ള അശ്വത്ഥമാവിൻ്റെ വിശേഷങ്ങൾ പങ്കുവയ്ക്കാതെ പോകുന്നതിൽ യാതൊരു അർത്ഥവുമില്ല. മഹാഭാരതത്തിൽ ഏറ്റവും കൂടുതൽ അശ്വത്ഥമാവിനെ പരാമർശിക്കപ്പെടുന്നത് ഗദായുദ്ധത്തിൽ ദുര്യോധനൻ ഭീമന്റെ പ്രഹരമേറ്റ് അടർക്കളത്തിൽ വീണതിന് ശേഷമാണ് അശ്വത്ഥമാവിനെ കുറിച്ച് കൂടുതലായിട്ട് കാര്യങ്ങൾ മഹാഭാരതത്തിൽ പറയുന്നത്. ചൂതിൽ തോറ്റ പാണ്ഡവരുടെ മുന്നിൽ വെച്ച് ദുര്യോധനൻ ദ്രൗപദിയെ അപമാനിക്കുന്ന ഒരു സന്ദർഭം മഹാഭാരതത്തിൽ വിവരിക്കുന്നുണ്ട്. ഈ ഒരു രംഗം കണ്ടിട്ട് ഭീമസേനൻ നിന്റെ തുടയിൽ ഞാൻ അടിച്ചു തകർക്കുമെന്നുള്ളൊരു ശപഥം ആ നേരം എടുക്കുന്നുണ്ട്. മഹാഭാരത യുദ്ധസമയത്ത് ഭീമനുമായിട്ട് ഗദായുദ്ധത്തിൽ ഏർപ്പെട്ട ദുര്യോധനന്റെ തുടയിൽ ഭീമന്റെ പ്രഹരമേറ്റ് തകരുന്നു. അങ്ങനെയാണ് ദുര്യോധനന്റെ വീഴ്ച മഹാഭാരതത്തിൽ ആ യുദ്ധവേളയിൽ സംഭവിക്കുന്നത്. 11 അക്ഷൗഹിണിപ്പടയുടെ കരുത്തുണ്ടായിരുന്ന ദുര്യോധന മഹാരാജാവ് പടം നഷ്ടപ്പെട്ട് നിരായുധനായി പൊടിമണ്ണിൽ വീണ് കിടക്കുന്നു. അദ്ദേഹത്തെ സന്ദർശിക്കാനായിട്ട് കൃപരും കൃതവർമാവും അശ്വത്ഥമാവും കൂടി പടക്കളത്തിലെത്തി. തീർത്തും നിരാലംബനായി കിടക്കുന്ന ദുര്യോധന മഹാരാജാവിൻ്റെ കണ്ണിൽ നിന്നും പ്രിയരെ കണ്ടപ്പോൾ കണ്ണുനീർ ധാരയായിട്ട് ഒലിച്ചിറങ്ങി. ആ കാഴ്ച കണ്ടിട്ട് ദ്രൗണി കോപത്താൽ ജ്വലിച്ചുകൊണ്ട് പറഞ്ഞു, മഹാരാജാവേ, എൻ്റെ അച്ഛനെ ചതിച്ചു കൊന്നിട്ട് എനിക്ക് ഇത്രമേൽ ദുഃഖമുണ്ടായിട്ടില്ല. പക്ഷേ അങ്ങയുടെ ഈ ദുർഗതി കണ്ടിട്ട് എനിക്ക് സഹിക്കാനാവുന്നില്ല തന്നെ. വർദ്ധിച്ച കോപത്താൽ പല്ല് ഞെരിച്ചുകൊണ്ട് ദ്രൗണി ഉഗ്രപ്രതിജ്ഞ ചെയ്തു. എല്ലാ പുണ്യങ്ങളെയും സാക്ഷി നിർത്തിക്കൊണ്ട് ഞാനിതാ പ്രതിജ്ഞ ചെയ്യുന്നു, കൃഷ്ണൻ കണ്ടു നിൽക്കെ സർവ്വ പാഞ്ചാലരെയും പാണ്ഡവരെയും ഞാൻ കൊന്നുമുടിക്കും. മഹാരാജാവേ, അങ്ങ് അതിനെനിക്ക് അനുവാദം തന്നാലും. അശ്വത്ഥമാവിൻ്റെ ഈ ദൃഢനിശ്ചയം കണ്ടിട്ട് ദുര്യോധനൻ ഒരു കുടം ജലം കൊണ്ടുവരാൻ കൃപാചാര്യരോട് ആവശ്യപ്പെടുന്നു. കൃപാചാര്യർ ജലം കൊണ്ടുവന്നപ്പോൾ അദ്ദേഹത്തെ കൊണ്ട് തന്നെ അശ്വത്ഥമാവിനെ കൗരവ സേനയുടെ സേനാധിപതിയായിട്ട് അഭിഷേകം ചെയ്യിക്കുന്നു. ദുര്യോധനന്റെ മനസ്സടക്കും വിധം സമാശ്വാസ വാക്കുകൾ പറഞ്ഞിട്ട് അവർ മൂവരും തങ്ങളുടെ പടകുടീരങ്ങളിലേക്ക് മടങ്ങി. ഒറ്റപ്പെട്ടുടറിയ ആ രണധീരന്മാർ തങ്ങളുടെ പടകുടീരങ്ങൾ നോക്കി ഒരു നിമിഷം നെടുവീർപ്പെട്ടു. അല്പനേരം നോക്കി നിന്ന് കഴിഞ്ഞ് പാണ്ഡവ സേനയെ ഭയന്നിട്ട് അവർ മൂവരും തങ്ങളുടെ കുതിരകളെ വനാന്തർ ഭാഗത്തേക്ക് പായിച്ചു. ഒടുവിൽ സൂര്യാസ്തമനത്തോടെ സുരക്ഷിതമായിട്ടൊരു സ്ഥലത്ത് അവർ എത്തിച്ചേർന്നു. കുതിരകളെ തേരിൽ നിന്നും അഴിച്ചിട്ട് അടുത്ത് കണ്ട കൂറ്റൻ അരയാലിൻ്റെ ചുവട്ടിൽ അവർ അഭയം തേടി. നിരവധി ക്ഷതങ്ങൾ ഏറ്റിട്ടുള്ളതിനാലും ദീർഘദൂരം അലഞ്ഞതിനാലും കൃതവർമാവും കൃപരും കിടന്നമടഞ്ഞ് ഉറങ്ങിപ്പോയി. പക്ഷേ പ്രതികാര ചിന്തയാൽ മനസ്സ് ചുട്ടുനീറിയിരുന്ന അശ്വത്ഥമാവിന് ഉറങ്ങാൻ കഴിഞ്ഞില്ല. അരയാലിൻ്റെ ചില്ലകളിൽ കണ്ണുനട്ടിരുന്ന അയാളുടെ ദൃഷ്ടിയിൽ ആ അപൂർവ കാഴ്ച തെളിഞ്ഞു. നിരവധി ശാഖകളിലുള്ള ആ വൃക്ഷത്തിൽ ഒരുപാട് കാക്കകൾ ചേക്കേറിയിരുന്നു. അവയെല്ലാം വളരെ സ്വൈരമായി ഉറങ്ങുന്ന സമയം എവിടെ നിന്നോ ഒരു ഭീകര രൂപിയായിട്ടുള്ള കൂമൻ വന്നു ചേർന്നു. സ്വൈരമായിട്ട് ഉറങ്ങുകയായിരുന്ന കാക്കക്കൂട്ടത്തെ ആക്രമിച്ച് കൊലപ്പെടുത്തി. അല്പനിമിഷങ്ങൾക്കകം കൂമൻ ആക്രമിച്ച് കൊലപ്പെടുത്തിയ കാക്കകളെ കൊണ്ട് ഈ അരയാലിൻ്റെ ചൂട് നിറഞ്ഞു. കൂട്ടക്കൊല ചെയ്ത സന്തോഷത്താൽ കൂമൻ മരക്കൊമ്പിലിരുന്ന് നീട്ടി മൂളി. ഈ കണ്ട കാഴ്ചയിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ടുകൊണ്ട് അശ്വത്ഥമാവ് കൃപാചാര്യരെയും കൃതവർമാവരെയും വിളിച്ചുണർത്തി ഇപ്രകാരം പറഞ്ഞു, നിങ്ങളിത് കേൾക്കൂ, പാണ്ഡവർ ഉറങ്ങിക്കിടക്കുന്ന സമയം നമുക്കവരെ കൊല്ലണം. ഉറക്കത്തിൽ നിന്ന് വിളിച്ചുണർത്തി ഈ ഒരു പ്രകാരമുള്ള വാക്കുകൾ കേട്ടിട്ട് അച്യുതമാവിൻ്റെ ഈ ഒരു തരത്തിലുള്ള വാക്കുകൾ കേട്ടിട്ട് കൃപാചാര്യരും കൃതവർമാവും പരസ്പരം നോക്കി സ്തബ്ധരായിരുന്നു. നമ്മൾ ഒറ്റയ്ക്ക് ചിന്തിച്ചു കുഴങ്ങാതെ ഗാന്ധാരിയോടും ധൃതരാഷ്ട്രോടും വിതുരരോടുമൊക്കെ കൂടി ആലോചിച്ചിട്ട് ചെയ്യാമെന്ന് കൃപാചാര്യർ ഒരു സമാധാന വാക്ക് ദ്രൗണിയോട് പറഞ്ഞുവെങ്കിലും അയാൾ അതിന് വഴങ്ങിയില്ല എന്ന് മാത്രമല്ല, തേരിൽ ഉടൻ തന്നെ കുതിരകളെ പൂട്ടി പടച്ചട്ടയും അണിഞ്ഞ് ആയുധങ്ങളുമായിട്ട് രാത്രി തന്നെ പുറപ്പെടാൻ ഒരുമ്പെട്ടു. ഗത്യന്തരമില്ലാതെ അവരിരുവരും അശ്വത്ഥമാവിൻ്റെ കൂടെ രാത്രി തന്നെ പാണ്ഡവരുടെ പാളയത്തിലേക്ക് പുറപ്പെട്ടു. പാണ്ഡവരുടെ ശിബിരത്തിന് അടുത്തെത്തിയപ്പോൾ കൂടെയുള്ള രണ്ടുപേരെയും ശിബിരത്തിന് പുറത്തു നിർത്തിയിട്ട് സംഹാര രുദ്രാവേശത്താൽ ബലവാനായ ദ്രൗണി നേരെ ദൃഷ്ടദ്യുമ്നന്റെ കിടപ്പറയിലേക്ക് പാഞ്ഞു ചെന്നു. ഉറങ്ങിക്കിടന്ന പാഞ്ചാലനെ ചവിട്ടി ഉണർത്തി പിടഞ്ഞെണീക്കാനാഞ്ഞ പാഞ്ചാലൻ്റെ മുടിക്ക് കുത്തിപ്പിടിച്ച് വലിച്ച് താഴെയിട്ടിട്ട് നാഭിക്ക് മുകളിൽ കയറിയിരുന്ന് ആഞ്ഞ് ഞെരിച്ചമർത്തി. സിംഹം ആനയെ എന്ന വണ്ണം അതിക്രൂരമായിട്ട് പാഞ്ചാലനെ ദ്രൗണി കൊല ചെയ്തു. പിടഞ്ഞു മരിക്കുന്നവരുടെ ആർത്തനാദം കേട്ടിട്ട് സ്ത്രീകളും കുട്ടികളും പരക്കം പാഞ്ഞു. കുരുക്ഷേത്ര യുദ്ധത്തിൽ ജീവൻ നഷ്ടപ്പെടാതിരുന്ന ശിഖണ്ഡിയെയും മറ്റ് എല്ലാ പാഞ്ചാലരെയും അശ്വത്ഥമാവ് നിഷ്കരണം കൊന്നുതള്ളി. ഒപ്പം ദ്രൗപദിയുടെ സർവ്വമക്കളെയും തുണ്ടം തുണ്ടമായിട്ട് വകവരുത്തുകയും ചെയ്തു. അതുകൊണ്ടും കലിയടങ്ങാതെ ദ്രോണപുത്രൻ കണ്ണിൽ കണ്ട മൃഗങ്ങളെ ആകെ കശാപ്പ് ചെയ്തു.
രക്തമൊഴുകുന്ന വാളുമായിട്ട് സംഹാരരുദ്രനെ പോലെ ശിബിരത്തിൻ്റെ 4 പാടും അയാൾ പാഞ്ഞു നടന്നു. അദ്ദേഹത്തിൻ്റെ വാൾത്തലപ്പിൽ നിന്ന് രക്ഷപ്പെട്ടവർ പോലും ഭയാക്രാന്തരായി പായുന്ന മൃഗങ്ങളുടെ, ആനകളുടെയും കുതിരകളുടെയൊക്കെ ചവിട്ടേറ്റ് മരണമടഞ്ഞു. പരിഭ്രാന്തി കൊണ്ട് ശിബിരത്തിന് പുറത്തേക്ക് ഓടി രക്ഷപ്പെടാൻ തുനിഞ്ഞവരെ കൃപരും കൃതവർമാവും ചേർന്ന് അരിഞ്ഞു തള്ളി. അശ്വത്ഥമാവിൻ്റെ ഈ കൂട്ടക്കുരുതിക്ക് ആക്കം പകരാനെന്നവണ്ണം ഇരുവരും ചേർന്ന് ശിബിരത്തിന് തീ വയ്ക്കുക കൂടി ചെയ്തു എന്ന് പറയുമ്പോൾ ആ ചെയ്തിയുടെ ആഴവും ഭീകരതയും എത്രത്തോളം ഉണ്ടെന്ന് നമുക്ക് എളുപ്പം മനസ്സിലാക്കാനാവും. കൃഷ്ണൻ്റെ നിർദ്ദേശപ്രകാരം പാണ്ഡവർ യുദ്ധാനന്തരം ശിബിരങ്ങളിലേക്ക് മടങ്ങാതെ ഓഘവതി പുഴയുടെ തീരത്ത് വിശ്രമിക്കാൻ തീരുമാനമെടുത്തതിനാലാണ് ഈ ഒരു കൂട്ടക്കുരുതിയുടെ സമയത്ത്, അശ്വത്ഥമാവ് നടത്തിയ ഈ ഒരു കൂട്ടക്കുരുതിയുടെ സമയത്ത് പാണ്ഡവർ ആ സ്ഥലത്ത് പാളയത്ത് ഇല്ലാതെ പോയത്. കൂട്ടക്കുരുതിയുടെ പിറ്റേന്ന് അശ്വത്ഥമാവും കൂട്ടരും അടർക്കളത്തിൽ പോയിട്ട് ദുര്യോധന മഹാരാജാവിനെ ഒരിക്കൽ കൂടി സന്ദർശിച്ചുകൊണ്ട് ഈ സന്തോഷ വർത്തമാനം അദ്ദേഹത്തെ അറിയിച്ചു. ജീവൻ വെടിയാൻ തുടങ്ങുന്ന ദുര്യോധനൻ്റെ മിഴികൾ അല്പം തെളിഞ്ഞു. പതിഞ്ഞ ശബ്ദത്തിൽ അദ്ദേഹം പറഞ്ഞു, ഭീഷ്മനും ആചാര്യനും കർണനും സാധിക്കാത്ത മഹാകർമ്മം ഭവാൻ ഇവരോടൊപ്പം എനിക്ക് വേണ്ടി ചെയ്തു. സ്വസ്തി നേടുവിൻ, ഇനി വിണ്ണിൽ കാണാം നമുക്ക്. ഇത്രയും പറഞ്ഞുകൊണ്ട് അദ്ദേഹം ജീവൻ വെടിഞ്ഞു. അപ്പോൾ അശ്വത്ഥമാവിൻ്റെ പരിചയം നമുക്കിവിടെ പൂർത്തിയാക്കാം. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ കമൻറ്റിലൂടെ പറയുക. ഒപ്പം എൻ്റെ ഈ കഥനം നിങ്ങൾ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വയ്ക്കുക. തുടർന്ന് വരുന്ന വീഡിയോകളിൽ നമുക്ക് ഇനി കണ്ടുകൊണ്ടേയിരിക്കാം. നമസ്കാരം.